ആർക്ക് വേണമെങ്കിലും കൃത്യമായിട്ടുള്ള ഈ അളവുകൾ അറിഞ്ഞാൽ ദോശ, ഇഡ്ഡലി, നെയ്റോസ്റ്റ് നല്ല സോഫ്റ്റായിട്ട് വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ എത്ര ദിവസം വേണമെങ്കിലും പുളിച്ചൊന്നും പോവാതെ മാവ് ഫ്രിഡ്ജിൽ നമുക്ക് ഇതുപോലൊരു കണ്ടെയ്നറിലായിട്ട് സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള ഈ അളവുകൾ എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് 2 ഗ്ലാസ് പച്ചരി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. 2 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ഉഴുന്നെന്ന കണക്കിലാണ് എടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഉഴുന്നും പച്ചരിയും ഒന്നിച്ചിട്ടാണ് ഞാൻ കുതിർത്താറുള്ളത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് 5 അല്ലെങ്കിൽ 6 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റിവെക്കാം. ഇപ്പോൾ ഇവിടെ പച്ചരി ഉഴുന്നും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിനൊരു 3 തവണയെങ്കിലും കഴുകിയെടുത്ത ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 തവി ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ഇതിൽ വെള്ളം കൂടി പോവാതെ ഒന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ താഴെ നിൽക്കുന്ന അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി അടുത്ത ട്രിപ്പ് നമുക്ക് ഇതുപോലെ തന്നെ ഉഴുന്നും പച്ചരിയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 തവി ചോറും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് സ്പെഷ്യലായിട്ട് 2 ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കൂടെ ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഇഡ്ഡലിയും ദോശയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും. അതുമാത്രമല്ല, പച്ചമുളക് ചേർക്കുന്നതുകൊണ്ട് മാവ് നന്നായിട്ട് സോഫ്റ്റ് ആകുകയും ചെയ്യും. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മാവ് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത് നമുക്കിത് ഓവർനൈറ്റ് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. രാവിലെ നന്നായിട്ട് മാവ് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള ഈ അളവിൽ നിങ്ങളും തയ്യാറാക്കിയാൽ മതി. ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാറ്റർ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഇഡ്ഡലി ദോശയൊക്കെ പറ്റിയ ബാറ്റർ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാവ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇത് കുറച്ചെടുത്ത് ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഞാനിവിടെ ഒന്നിച്ചാണ് സാധാരണ മാവ് അരച്ച് വെക്കാറുള്ളത്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ദോശ, ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കാനുള്ള മാവ് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് ഇതുപോലെ. അതിന് ആദ്യം തന്നെ ഇതുപോലെ ഒരു കണ്ടെയ്നറിലേക്ക്, ഒരു സ്റ്റീലിൻ്റെ കണ്ടെയ്നറിലേക്ക് ഒഴിച്ചെടുത്ത് മാറ്റി വെച്ചാൽ മതിയാകും. എത്ര ദിവസം വേണമെങ്കിലും പുളിച്ചൊന്നും പോവാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇഡ്ഡലി, ദോശ, നെയ്റോസ്റ്റൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ബാറ്റർ നമുക്ക് ഫ്രിഡ്ജിൽ ഇതുപോലെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോഴും നമുക്ക് നെയ്റോസ്റ്റോ മസാല ദോശയോ ഒക്കെ തയ്യാറാക്കാനായിട്ട് ഈ മാവ് നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇന്നത്തേക്ക് തയ്യാറാക്കാനുള്ള മാവ് ഇതേപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാം. അതിനായിട്ട് ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത് നല്ലെണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായ ശേഷം ഇതുപോലെ ഇഡ്ഡലി തട്ടിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതുപോലെ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്ക് ഇഡ്ഡലി വേവിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഇഡ്ഡലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇഡ്ഡലി ശരിയായില്ലെന്ന് ആരും പറയരുത്. ഇതുപോലെ കൃത്യമായിട്ടുള്ള അളവിൽ നമ്മൾ ചെയ്തെടുത്താൽ മതിയാകും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഇഡ്ഡലി നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ട് ദോശയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതേ മാവ് കൊണ്ട് തന്നെയാണ് ദോശ തയ്യാറാക്കുന്നത്. അതിനായിട്ട് കല്ലൊന്ന് ചൂടായി വരുമ്പം നമുക്ക് ദോശയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തട്ട് ദോശ സ്റ്റൈലിലുള്ള ദോശ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ഈ മാവ് കൊണ്ട് തന്നെയാണ് ഞാൻ ദോശ, ഇഡ്ഡലി, നെയ്റോസ്റ്റ് എല്ലാം തയ്യാറാക്കുന്നത്. സാധാരണയായിട്ട് ഇഡ്ഡലിക്ക് വേറെ തരിതരിപ്പോട് കൂടിയൊക്കെയാണ് അരച്ച് വെക്കാറുള്ളത്. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒറ്റ മാവ് കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് എല്ലാം തന്നെ തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ് റോസ്റ്റും കൂടെ തയ്യാറാക്കാം. എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടം നെയ് റോസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇഡ്ഡലിയാണോ, ദോശയാണോ, നെയ് റോസ്റ്റാണോ ഏറ്റവും ഇഷ്ടമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇതുപോലെ തന്നെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നെയ് റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ് റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നല്ല പഞ്ഞു പോലത്തെ ഇഡ്ഡലിയും നല്ല തട്ടുകട സ്റ്റൈലുള്ള ദോശയും ക്രിസ്പി ആയിട്ടുള്ള നെയ്റോസ്റ്റും തയ്യാറാക്കാനുള്ള മാവിൻ്റെ കൃത്യമായിട്ടുള്ള റെസിപ്പി നിങ്ങൾക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരേക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.